നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവശേഷം വീടിന് മുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മകനെ 4 മണിക്കൂറിന് ശേഷം പോലീസും ഫയർഫോഴ്സും ചേർന്ന് കീഴ്പ്പെടുത്തി. വരവൂർ തളി നടുവത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി വന്ന വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമരത്തിനിടെ വീട്ടമ്മ കുഴഞ്ഞു വീണു. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. ആദിവാസി യുവതിയായ യശോദയ്ക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. ദേശീയപാത പുതുക്കാട് ഗതാഗത കുരുക്ക് രൂക്ഷം. പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിയ ശേഷം വീടിന് മുകളിൽ ഒളിച്ചിരുന്ന മകൻ 5 മണിക്കൂർ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങി. മുത്രത്തിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 68 വയസ്സുള്ള ശിവനെയാണ് മകൻ വിഷ്ണു വെട്ടിയത്. കഴുത്തിന് വെട്ടേറ്റ ശിവനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. 40 ദിവസത്തോളമായി വിഷ്ണു വീട്ടിൽ തനിച്ചായിരുന്നു താമസം. മകളുടെ വീട്ടിലായിരുന്ന ശിവൻ ലൈഫ് പദ്ധതിക്ക് പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീടിനുള്ളിൽ നിന്ന് രേഖകളെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഭാര്യ ലതികയും ഒരു ബന്ധുവും ഒപ്പമുണ്ടായിരുന്നു. ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു രേഖകൾ കിണറ്റിലിട്ടതായി പറഞ്ഞു. വീട്ടുകാർ നോക്കിയപ്പോൾ വസ്ത്രങ്ങളും രേഖകളും കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. പ്രകോപിതനായ ശിവൻ ദേഷ്യപ്പെട്ട് വിഷ്ണുവുമായി വാക്കുതർക്കം നടന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കൊടുവാളുകൊണ്ട് വിഷ്ണു ശിവനെ വെട്ടുകയായിരുന്നു. 4 തവണ വെട്ടിയ ശേഷം വിഷ്ണു അമ്മയെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ബന്ധു തടഞ്ഞു. ഇയാൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് വിഷ്ണു കത്തിയുമായി വീടിന്റെ മച്ചിൽ കയറിയിരുന്നു. മച്ചിലേക്കിറങ്ങാനുള്ള ബുദ്ധിമുട്ടും വിഷ്ണു എങ്ങനെ പ്രതികരിക്കുമെന്ന ധാരണയില്ലാത്തതും മൂലം പോലീസ് തിടുക്കപ്പെട്ട നടപടിക്ക് ഒരുങ്ങിയില്ല. ഏറെ നേരം അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാതിരുന്നതോടെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. വീടിന്റെ തട്ടിന്റെ 4 ജനലുകൾ പൊളിച്ച് പോലീസ് അകത്തു കടക്കാൻ ഒരുങ്ങുന്നതിനിടെ മച്ചിന്റെ വാതിൽ വഴി വിഷ്ണു ഓടിന് മുകളിലേക്ക് ചാടി. പിന്നെയും ഇയാളെ അനുനയിപ്പിക്കാൻ പോലീസും നാട്ടുകാരും ശ്രമം തുടർന്നു. വൈകിട്ട് 5:30 വിഷ്ണു പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താഴെ ഇറങ്ങുകയായിരുന്നു. പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിഷ്ണുവിനെ അനുനയിപ്പിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആയോധന കലകളിൽ വിദഗ്ധനായിരുന്ന വിഷ്ണു വീടിനകത്ത് ആഭിചാരക്രിയകളും ചെയ്തു വന്നിരുന്നു. പൂജാകർമ്മങ്ങൾ നടന്നിരുന്ന മുറിക്കകത്ത് കോഴി, മദ്യം എന്നിവയും വിവിധ തരം ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു 40 ദിവസത്തോളമായി ഒറ്റയ്ക്ക് താമസിച്ച് വീടിനകത്ത് ആഭിചാരക്രിയകൾ നടത്തിവരികയായിരുന്നു. ഇതിനിടെ പലതവണ ശിവൻ വീട്ടിലേക്കെത്തിയെങ്കിലും വിഷ്ണു വഴങ്ങിയില്ല. ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വഴക്കും അക്രമവും ഉണ്ടായത്. പോലീസ് ഓടുപൊളിച്ച് മച്ചിനുള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോഴെല്ലാം കടക്കുന്നവനെ കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും വിഷ്ണു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. 2 കത്തികൾ കയ്യിൽ കരുതിയിരുന്ന വിഷ്ണുവിനെ പ്രകോപിപ്പിക്കാൻ പോലീസും തയ്യാറായില്ല. പുതുക്കാട് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. വരവൂർ തളി നടുവത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി വന്ന വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള 100ഓളം പ്രദേശവാസികൾ ചേർന്നാണ് വാഹനം തടഞ്ഞത്. ഇവരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് നടപടിക്കിടെ ഒരു വീട്ടമ്മ കുഴഞ്ഞു വീണ ഫാത്തിമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം ജനജീവിതം ദുസ്സഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ മാലിന്യവാഹനം തടയുകയും പ്രദേശവാസി ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ CU അബൂബക്കർ, M വീരചന്ദ്രൻ, സമരസമിതി അംഗങ്ങളായ A മുസ്തഫ, KS മുഹമ്മദ്, PK വിജിത, അഷറ കുറ്റുപുറം തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. Gracias.
കൂടിയിട്ടുള്ള മുൻകരുതൽ ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സംഘടിക്കും. ഞങ്ങൾ വെറും കയ്യോടെ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഞങ്ങൾ അക്രമകാരികളല്ല, എന്നാൽ ഞങ്ങൾ ഭീരുക്കളല്ല. ഞങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി, പിറന്ന മണ്ണിൽ മരണം വരെ ജീവിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് വിഷാംശം കൂടാതെ ഈ മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ യശോദയ്ക്കാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. വിറക് ശേഖരിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. കാലിൽ കുത്തിയ ശേഷം കാട്ടുപോത്ത് യശോദയെ ഏതാനും ദൂരം വലിച്ചുകൊണ്ടുപോയി. പരിക്കേറ്റ യശോദയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് കഴിഞ്ഞ മാസം 21-ന് തട്ടിപ്പ് നടന്നത്. കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിന് ഇരയായത്. QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് 5000 രൂപ സമ്മാനം ലഭിച്ചതായി കാണിച്ചതോടെ ലിജി പണം നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് മാറുന്നതിനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് തട്ടിപ്പുകാരന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നു. ദേശീയപാതയിലെ പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഇതോടെ പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നുകൊടുത്തു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാതയിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നതിനാണ് പോലീസ് കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് അടച്ചത്. എന്നാൽ റോഡ് അടച്ച് നടപ്പിലാക്കിയ പരിഷ്കാരം ഫലമില്ലാതായിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. റോഡ് അടച്ചതറിയാതെ സർവീസ് റോഡിലൂടെ വന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി. ദേശീയപാതയിലും സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശനം തടഞ്ഞതോടെ എതിർവശത്തുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത്. എന്നാൽ സർവീസ് റോഡ് അടച്ചതോടെ ബസ്സുകൾക്ക് ഈ വഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുന്നതിനാൽ അപകടങ്ങൾക്കും സാധ്യത ഏറെയാണ്. CPM പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് തീർത്ത കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എടുത്തുമാറ്റി ഗതാഗത സൗകര്യം ഒരുക്കി. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. CPM പുതുക്കാട് ലോക്കൽ സെക്രട്ടറി അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ചെങ്ങാലൂർ ലോക്കൽ സെക്രട്ടറി PC സുബ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം PV മണി എന്നിവർ സംസാരിച്ചു. TCV പുതുക്കാട്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് വരെ ഗതാഗതം താറുമാറായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ പെരുമ്പിലാവ് ജംഗ്ഷനിൽ കുഴിയെടുത്തതോടെയാണ് പ്രതിസന്ധി. 8 പഞ്ചായത്തുകളിലേക്കും കുന്നംകുളം നഗരസഭയിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനാണ് മാറ്റി സ്ഥാപിക്കുന്നത്. 10 ദിവസം മുൻപാണ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായി പൊളിച്ചത്. ഇതോടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി. 2 ഹോട്ടലുകൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. അസ്വാഭാവിക മരണമാണെങ്കിലും കാരണം വ്യക്തമല്ലാത്ത മൃതദേഹം മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെന്ന് ഡോക്ടർമാർ. പോലീസ് റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള സൂചനയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തിരിച്ചയക്കും. കാരണം വ്യക്തമല്ലെന്ന് പോലീസിന്റെ മേൽനടപടി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ഫോറൻസിക് സർജനാണ്. അത്തരത്തിൽ സൂചന നൽകുന്ന മൃതദേഹം മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും. അപകടമരണം, ആത്മഹത്യ എന്നിവ പോലീസിന് ബോധ്യമുണ്ടായിരിക്കണം. രാസപരിശോധനയും പ്രാഥമിക വിദഗ്ധ പരിശോധനയും നടത്തുന്നതിന് ഫോറൻസിക് സർജന്മാർക്ക് മാത്രമേ കഴിയൂ.
എല്ലാ അസ്വാഭാവിക മരണവും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നില്ല. ഇക്കാര്യത്തിൽ ബന്ധുക്കളുമായി സംസാരിച്ച് പരാതികളൊന്നുമില്ലെങ്കിൽ പോലീസിന് തീരുമാനിക്കാവുന്നതാണ്. തുടർ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമില്ലാത്ത മൃതദേഹം മാത്രമേ മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയുള്ളൂവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അസിസ്റ്റന്റ് സർജൻമാരായ ഡോക്ടർ ജീന ജോസഫ്, ഡോക്ടർ മുഹമ്മദ് ഫവാസ് എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വീട്ടിലിരുന്ന് നിർവഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സർക്കാർ ഓഫീസുകളെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. അന്നമനട പഞ്ചായത്തിന്റെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, TK സതീശൻ, മഞ്ജു സതീശൻ, OC രവി, പഞ്ചായത്ത് സെക്രട്ടറി KS ഉഷാദേവി എന്നിവർ സംസാരിച്ചു. എല്ലാ വശങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. ബഹുമാനായ അധ്യക്ഷത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കും. എനിക്ക് എറണാകുളം ജില്ലയുടെ വികസന സദസ്സിന്റെ ജില്ലാതല ജില്ലാതല പേ വിഷബാധ പ്രതിരോധ ദിനാചരണം പാവറട്ടി സെയിന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജിൽ നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, പ്രോഗ്രാം മാനേജർ ഡോക്ടർ P. സജീവ് കുമാർ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ ഒരാളെ കാണാതായി. ഷൊർണൂർ റെയിൽവേ പാലത്തിന് സമീപത്താണ് ആളെ കാണാതായത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സും സ്ഥലത്ത് തിരച്ചിൽ നടത്തി. ദേശീയപാത നിർമ്മാണത്തിനുള്ള മണ്ണെടുപ്പ് പുല്ലൂറ്റ് പാലത്തിന് ഭീഷണി സൃഷ്ടിക്കുമെന്ന് ആശങ്ക ഉയരുന്നു. ജീർണാവസ്ഥയിലുള്ള പാലത്തിന് മീറ്ററുകൾ മാത്രം അകലത്തിലാണ് ഖനനം നടത്തുന്നത്. കനോലി കനാലിന്റെ അടിത്തട്ടിൽ നിന്നും യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണലൂറ്റുന്നത് പാലത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ പാലത്തിൻ്റെ എല്ലാ തൂണുകളും ബലക്ഷയം സംഭവിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൂടെ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത്രയ്ക്കധികം മണ്ണ് വാരിയെടുക്കുന്നൊരു സ്ഥിതി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൂണുകൾക്ക് ബലക്ഷയം സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അത് ബലക്ഷയം ഉണ്ട്. അതുകൂടാതെ മണ്ണുകളിങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ മണ്ണുകളിങ്ങനെ എടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. എത്ര മണ്ണുണ്ട്, എന്തോരം എടുക്കുന്നുണ്ട്, എത്ര അളവ് വരെയും എടുക്കാം, അതിനെക്കുറിച്ച് യാതൊരു പഠനവുമില്ലാതെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ, അവർക്ക് എത്രത്തോളം കഴിയാവുന്ന അത്രത്തോളം രീതിയിൽ ഇവിടുന്ന് മണ്ണ് വാരിക്കൊണ്ടുപോവുകയാണ്. യുവജനതാദൾ S ജില്ലാ കമ്മിറ്റി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി ഫ്ളാഗ് ഓഫ് ചെയ്തു. യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, നേതാക്കളായ PM ഉമേഷ്, MM അൻസാർ, VS ഷിജിത്ത്, KS സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി 7ാം വാർഡിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഭാവന അങ്കണവാടിയുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിലേക്ക് നമ്മൾ പ്രീ പ്രൈമറി പോലെയുള്ള അധ്യയനത്തിലേക്ക് പോകത്തക്ക നിലയിലാണ് ഇപ്പോഴത്തെ അംഗൻവാടികളെല്ലാം വരുന്നത്. കാരണം അവിടെ മുതൽ പഠനം തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കളിയുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റും, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സമയത്ത് ഭക്ഷണം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നത്തെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വിജ്ഞാനങ്ങളാണെന്നുള്ളത്. നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട്, നല്ലതുപോലെ അറിവുകൾ ശേഖരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ഇന്ന് അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ. ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ അടച്ചു. ഇതോടെ കനാലിലൂടെ ജലവിതരണം തുടങ്ങി. ഗായത്രി പുഴയുടെയും കനാലിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ നെൽകർഷകർ 2ാം വിളയ്ക്ക് ചീരക്കുഴി കനാലിലൂടെയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വികാരി ഫാദർ വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ,
തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 22, 23, 24 തീയതികളിലാണ് തിരുനാൾ. പന്നിത്തടം സെന്ററിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികളും പാലക്കാട് സ്വദേശികളും സഞ്ചരിച്ചിരുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. കേച്ചേരി ഭാഗത്തുനിന്ന് വന്ന കാർ വടക്കാഞ്ചേരി കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എറണാകുളം ചമ്പക്കരയിൽ ബൈക്ക് അപകടത്തിൽ പഴുവിൽ സ്വദേശിനിയും സുഹൃത്തും മരിച്ചു. പഴുവിൽ വെസ്റ്റ് വള്ളൂക്കാട്ടിൽ അശോക് കുമാറിന്റെ മകൾ ശ്വേതയും സുഹൃത്ത് ആലപ്പുഴ സ്വദേശി സൂരജുമാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ബൈക്ക് നിയന്ത്രണം വിട്ട് കൊച്ചി മെട്രോയുടെ തൂണിൽ ഇടിക്കുകയായിരുന്നു. നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏനാമാക്കൽ നെഹ്റു പാർക്കിൽ അനുസ്മരണവും നാടൻപാട്ടുകളുടെ അവതരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഫോക്ക് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാൻ രാജീവ് വെങ്കിടങ്ങ് അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് അംഗം NK വിമല, സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറ്റിലപ്പള്ളി സ്വദേശി മാമലവളപ്പിൽ സിനീഷാണ് അറസ്റ്റിലായത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. അപകടത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ ഡ്രൈവറായ സിനീഷ് ബൈക്ക് യാത്രക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മുണ്ടത്തിക്കോട് സ്വദേശി വിനീതിന് പരിക്കേറ്റു. സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഒക്ടോബർ 7 മുതൽ കുന്നംകുളത്ത് നടക്കും. ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 14 പുരുഷ ടീമുകളും 12 വനിതാ ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ജനറൽ കൺവീനർ PC ആന്റണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ജേഴ്സിയുടെ പ്രകാശനം ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ നിർവഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, പ്രിൻസിപ്പാൾ ഫാദർ ജോളി ആൻഡ്രൂസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ ഷാജു സൈമണ് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, ശശിധരൻ കണ്ടംപുള്ളി, VK മുഹമ്മദ്, ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വർണ്ണക്കൂടാരം കുട്ടികൾക്ക് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പ്രിൻസിപ്പാൾ K സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ക്യാപ്റ്റനായ നവകേരള സൗഹൃദ സന്ദേശ യാത്രയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം Y. ഔസേപ്പച്ചൻ, സംസ്ഥാന കൺവീനർ ഡോക്ടർ മാർട്ടിൻ പോൾ, കൊടകര പഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്തിൽ ജല അതോറിറ്റിയെ ഒഴിവാക്കി കുടിവെള്ള പദ്ധതി വരുന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 8,05,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. കുടിവെള്ളം, ശുചിത്വം, ഖരമാലിന്യ സംസ്കരണം എന്നീ മേഖലകളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനാണ് ഫണ്ട് അനുവദിക്കുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാബു കൈതാരൻ, റീന സേവ്യർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ഹഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. സംവിധാനം കൊണ്ടുവരുവാൻ അവർക്ക് നമുക്കറിയാം നല്ല ക്ലാസ് റൂം, അത് ഇന്ന് ടൈൽ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ നമുക്ക് സ്ഥാപിതമാക്കുവാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു കാണിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ വർണ്ണക്കൂടാരവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ നമ്മുടെ ഓരോ LP സ്കൂളിനും കൊടുത്തുകൊണ്ട് വർണ്ണക്കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മിക്കവാറുമുള്ള സ്കൂളുകളിൽ, നമ്മുടെ സ്കൂളുകൾ ഒക്കെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കൊണ്ടുവന്ന വർണ്ണക്കൂടാരം ഉൾപ്പെടെ. ഗാന്ധി ദർശൻ പരിപാടിയോടനുബന്ധിച്ച് പ്രമുഖ ഗാന്ധിയനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പീതാംബരൻ മാസ്റ്ററെ മോഡൽ ബോയ്സ് NSS യൂണിറ്റ് ആദരിച്ചു. ക്ലസ്റ്റർ കൺവീനർ ശ്രീകല, പ്രിൻസിപ്പാൾ നിഷ തുടങ്ങിയവർ സംസാരിച്ചു. വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പാലക്കൽ യൂണിറ്റിന്റെ യോഗം ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജകമണ്ഡലം കൺവീനർ സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. ആലപ്പാട് 5-ാം വാർഡിൽ പുനർനിർമ്മിച്ച എടപ്പറമ്പൻ കുളം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, വാർഡംഗം KV ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആത്മയുടെയും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല കർഷക അവാർഡ് വിതരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. നന്നായി സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ട് തമ്മിൽ കൂട്ടി വായിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യാം, അല്ലേ? ഒരു മഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനം ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് KP പോളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, MF ജോയ്, VK ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 6-ാം വാർഡിൽ ഐശ്വര്യ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. ബെന്നി ബെഹനാൻ MP അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജഹാൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഇതിനുവേണ്ടി പണം അനുവദിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് 23 ലക്ഷം രൂപയാണ്.
അതുകൊണ്ട് ഈ മനോഹരമായ കെട്ടിടം പണിയാനും ഈ സ്ഥലം നികത്താനും ഒന്നും സാധിക്കില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. കയ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ലൈബ്രറികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ മുൻധാരയിലേക്ക് എത്തിയിട്ടുള്ള പല പ്രമുഖരുടെയും ഉന്നമനത്തിനായി ലൈബ്രറികൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വലിയ ഹാള് ഇവിടെ ഇന്ന് സ്ഥാപിതമായിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഞാൻ നോക്കിയപ്പോൾ ഒരു 50-ന് മേളിൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 75-80 പേർക്ക് അവിടെ ഇരിക്കുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടെ വന്നാൽ ഒരുപക്ഷെ നമുക്ക് ലൈബ്രറിയുടെ ഹാള് തന്നെ ഉപയോഗിക്കുവാൻ പറ്റും. സാധാരണ നമുക്കറിയാം ലൈബ്രറികൾക്ക്. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികനായ ആനപ്പാപ്പാന് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വത്തിലെ ലക്ഷ്മി നാരായണൻ എന്ന ആനയുടെ ഒന്നാം പാപ്പാൻ പാലക്കാട് സ്വദേശി M പൊന്നുകുട്ടനാണ് പരിക്കേറ്റത്. അപകടത്തിന് ഇടയാക്കിയ ബൈക്കിൽ നിന്ന് മാരകായുധം കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാടക്കത്തറ പുല്ലാനിക്കാട് കുണ്ടനി വീട്ടിൽ ദേവനാഥിനെയാണ് ഗുരുവായൂർ SI U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ വെസ്റ്റ് ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര മേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 9, 10 തീയതികളിൽ കുറുക്കഞ്ചേരി JPEH സ്കൂൾ, കണിമംഗലം SN സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടക്കുന്നത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ മറ്റത്തൂർ കുന്നിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വലപ്പാട് പഞ്ചായത്ത് കഴിമ്പ്രം ബീച്ചിൽ ഓപ്പൺ ജിം ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബീച്ചിൽ പഴയ ഉപകരണങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക്ക് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA തപതി, വാർഡ് മെമ്പർ EP അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിസരമാണെങ്കിലും നമ്മളുടെ ഇതിൽ വെക്കുന്നതൊക്കെ ജനങ്ങളുടെ നികുതി പൈസ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നത്. നമ്മുടെ ആരുടെയും വീട്ടിൽ നിർത്തല. അപ്പോൾ ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതലയും കൂടി എല്ലാവർക്കും ഉണ്ട്, ഓരോ പൗരന്മാർക്കും ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബസ്സുമലടക്കം എഴുതിയിട്ടില്ല. ഇതും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നൽകിയ അത്യാധുനിക സൗകര്യമുള്ള രോഗനിർണയ ട്രൂനാറ്റ് മെഷീനിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷയം, HIV, കോവിഡ് എന്നിവയുടെ പരിശോധനാ ഫലം വളരെ പെട്ടെന്ന് ഇതിലൂടെ അറിയാൻ കഴിയും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, അംഗങ്ങളായ ഡോക്ടർ VC ബിനോജ്, MM സലീം, പ്രീതി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂരിൽ സ്കൂട്ടർ യാത്രികനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതിയെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാങ്കല്ലൂർ സ്വദേശി വെള്ളാങ്കല്ലൂർക്കാരൻ വീട്ടിൽ വിഷ്ണുവിനെയാണ് ഇരിഞ്ഞാലക്കുട SHO KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മനക്കൊടിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ മോഷ്ടിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കാരിക്കോട് സ്വദേശി അഖിൽ, പെരുവല്ലൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഹയാസ് എന്നിവരെയാണ് അന്തിക്കാട് SHO AS സരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ.
പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവശേഷം വീടിന് മുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മകനെ 4 മണിക്കൂറിന് ശേഷം പോലീസും ഫയർഫോഴ്സും ചേർന്ന് കീഴ്പ്പെടുത്തി. വരവൂർ തളി നടുവത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി വന്ന വാഹനം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമരത്തിനിടെ വീട്ടമ്മ കുഴഞ്ഞു വീണു. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. ആദിവാസി യുവതി യശോദയ്ക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. ദേശീയപാത പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷം. പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നുകൊടുത്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി.